ഒരു മനുഷ്യൻ അറിയാതെ തന്റെ കയ്യിലുള്ള ഒരു താറാവിന്റെ മുട്ട പൊട്ടിച്ചു. ലോഹത്തിൽ തട്ടിയുള്ള ശബ്ദം അവനെ വല്ലാതെ അമ്പരപ്പിച്ചു. അവൻ താഴേക്ക് നോക്കിയപ്പോൾ അത് ഒരു സ്വർണ്ണ താറാവ് മുട്ടയായിരുന്നു. അടുത്ത വീട്ടിലെ അയൽക്കാരൻ അവനോട് എന്താണ് കണ്ടെത്തിയതെന്ന് ചോദിച്ചു. ആ മനുഷ്യൻ പെട്ടെന്ന് സ്വർണ്ണ മുട്ട ഒളിപ്പിച്ചു. അവൻ സ്വർണ്ണ മുട്ടയെ പരിശോധനയ്ക്കായി ലബോറട്ടറിയിലേക്ക് കൊണ്ടുപോയി. 999 ശുദ്ധിയുള്ള ഒരു സ്വർണ്ണ മുട്ടയാണെന്ന് തെളിഞ്ഞു. ആ മനുഷ്യൻ ഉടൻ വീട്ടിലെത്തി ഭാര്യയോട് പറഞ്ഞു. എന്നാൽ ഭാര്യയ്ക്ക് അതൃപ്തി മാത്രമല്ല, കരയാനും അവൾ ആഗ്രഹിച്ചു. കാരണം അവൾ ഫാമിലെ വൃദ്ധനോട് താറാവിനെ പറഞ്ഞു വിട്ടിരുന്നു. ആ മനുഷ്യൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അവൾ തിടുക്കത്തിൽ ഫാമിലേക്ക് പോയി. ആ മനുഷ്യൻ താറാവിനെ 10 ഇരട്ടി വിലയ്ക്ക് തിരികെ വാങ്ങി. താറാവ് വീടിന്റെ പുറകിലാണെന്ന് വൃദ്ധൻ പറഞ്ഞു. എന്നാൽ അതിൽ 1000 താറാവുകൾ ഉണ്ടായിരുന്നതിനാൽ ആ മനുഷ്യൻ അന്താളിച്ചു പോയി. അപ്പോൾ ആ മനുഷ്യൻ പെട്ടെന്ന് എന്തോ ഓർത്തു. നായ കുരയ്ക്കുന്നത് കേട്ടാൽ താറാവ് മുട്ടയിട്ടു. അങ്ങനെ കുടുംബം മുഴുവൻ മുട്ടുകുത്തി താറാവ് തൊഴുത്തിലെ ഒരു കൂട്ടം താറാവുകളെ കുരക്കാൻ പഠിച്ചു. പക്ഷേ അത് ഉപയോഗശൂന്യമായിരുന്നു. ആ മനുഷ്യന്റെ മകൻ നിരുത്സാഹത്തോടെ താറാവ് തൊഴുത്തിൽ നിന്ന് പുറത്തേക്കിരുന്നു. പക്ഷേ താറാവുകളെ തിരികെ താറാവ് ഷെഡിലേക്ക് ഓടിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ താറാവുകൾ തിരിഞ്ഞു പോകുമെന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നില്ല. ആ മനുഷ്യൻ അബദ്ധത്തിൽ നദിയിൽ വീണു. എല്ലാവരും താറാവിനെ തിരികെ ഓടിച്ചു. ഒരു താറാവ് ആൺകുട്ടികളുടെ കാൽപാദത്തെ പിന്തുടർന്നു. കുട്ടി സന്തോഷത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു. സ്വർണ്ണ മുട്ടയിടുന്ന താറാവാണോ എന്ന് പരിശോധിക്കാൻ നിരവധി ആളുകൾ ഉടൻ തന്നെ ആവേശത്തോടെ അവനെ വളഞ്ഞു. ആ മനുഷ്യൻ ഉടനെ കുരക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ താറാവിന് നേരെ കുരയ്ക്കുകയും അടുത്ത നിമിഷമാണ് താറാവ് മുട്ടയിട്ടു. താറാവിന്റെ മുട്ട തുറന്നപ്പോൾ അതിൽ ഒരു സ്വർണ്ണ താറാവ് മുട്ട ഉണ്ടായിരുന്നു. രണ്ടുപേരും വീട്ടിലേക്ക് മടങ്ങി. നിലവിലെ സ്വർണ്ണ വില അനുസരിച്ച് താറാവ് ഓരോ 10 മിനിറ്റുകളിലും മുട്ടയിട്ടാൽ അവയ്ക്ക് 1,00,000 സമ്പാദിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ശതകോടീശ്വരന്മാരാക്കാൻ അധികം വൈകില്ല. ഈ നിമിഷത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രഹസ്യം സൂക്ഷിക്കുകയും സംശയം ഉണർത്താൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുക എന്നതാണ്. സ്വർണ്ണ താറാവിന്റെ മുട്ട മുഴുവൻ താൽക്കാലികമായി ഒളിപ്പിച്ചു. രാത്രി താറാവിന് ജലദോഷം പിടിക്കുമെന്ന് ഭയന്ന താറാവിനെ കാണാതെ പോകാൻ അയാൾക്ക് തോന്നിയില്ല. ജനൽ അടച്ച് താറാവിന് ഒരു കഷണം കൊണ്ട് മൂടുകയും ചെയ്തു. ഭാര്യയെ സംസാരശേഷിയില്ലാത്തവനാക്കിയ പുകപ്പ. അടുത്ത ദിവസം ഭാര്യയ്ക്ക് ബാങ്കിൽ നിന്ന് ഒരു കടം പിരിവ് കോൾ വന്നു. പണം തിരികെ നൽകിയില്ലെങ്കിൽ പോലീസിനെ വിളിച്ച് അറസ്റ്റ് ചെയ്യേണ്ടി വരും. പണം തിരിച്ചെടുക്കാൻ സ്ത്രീക്ക് സ്വർണ്ണ മുട്ടകൾ എടുക്കേണ്ടി വന്നു. എന്നാൽ ബാങ്ക് സ്വർണം സ്വീകരിച്ചില്ല. അങ്ങനെ ആ സ്ത്രീ വീണ്ടും റിഫൈൻഡിൽ വന്നു. കടം വീട്ടാൻ മാത്രമല്ല, ഒരു സെറ്റ് വസ്ത്രം വാങ്ങാനും അയാൾ സ്വർണ്ണ മുട്ടകൾ ഒരു ചെക്കിനായി മാറ്റി. രഹസ്യം മറ്റുള്ളവർ അറിയുമോ എന്ന് പുരുഷൻ വിഷമിച്ചപ്പോൾ അവന്റെ സുഖത്ത് വന്നു. ഇവിടെ താറാവ് സ്വർണ്ണമുട്ട ഇടുമെന്ന് ആരും വിശ്വസിക്കാത്തതിനാൽ സ്ത്രീ സമീപനം ശരിയാണെന്ന് അയാൾക്ക് തോന്നി. അങ്ങനെ ആ സ്ത്രീ സ്വർണ്ണമുട്ടകൾ ചെക്കുകൾക്കായി മാറ്റാൻ തുടങ്ങി. ആ മനുഷ്യൻ ധാരാളം സ്വർണ്ണമുട്ടകൾ കൊടുത്തുകൊണ്ട് ധാരാളം പണം സമ്പാദിക്കുകയും സ്പോർട്സ് കാർ സമ്മാനമായി നൽകുകയും ചെയ്തു. എന്നാൽ വലിയ അളവിൽ സ്വർണം വിപണിയിൽ പ്രത്യക്ഷപ്പെട്ടു. ഇത് ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധ ആകർഷിച്ചു. അങ്ങനെ ആ മനുഷ്യന്റെ കുടുംബത്തെ നിരീക്ഷിക്കാൻ വേണ്ടി ഏജൻസികളെ അയച്ചു. കൂടാതെ ഒരു വിചിത്രമായ ദൃശ്യം കണ്ടെത്താൻ ഏജൻസി ബൈനോക്കുലറുകൾ ഉപയോഗിച്ചു. അവർ രണ്ടുപേരും താറാവിനെ നോക്കി കുരച്ചു. താറാവ് ഉടൻ തന്നെ ഒരു താറാവ് മുട്ടയിട്ടു. താറാവിന്റെ മുട്ട തുറന്നപ്പോൾ ഒരു സ്വർണ്ണ മുട്ട. ഏജന്റ് രഹസ്യം കണ്ടുപിടിച്ചു. കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ മകന്റെ സൈക്കിൾ നൽകാമെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ചെറിയ അഭ്യർത്ഥന ഉണ്ടായിരുന്നു. കുറച്ചുനേരം കളിക്കാൻ കടം വാങ്ങിയത് താറാവ് ആയിരുന്നു. ആ മനുഷ്യൻ താറാവിനെ നോക്കി കുരക്കാൻ തുടങ്ങി. താറാവ് ഉടനെ ഒരു മുട്ടയിട്ടു. പക്ഷേ സ്ത്രീ കണ്ടെത്തി കൃത്യസമയത്ത് കൊണ്ടുപോയി. തുടർന്ന് ഏജന്റുമാർ ഉടൻ തന്നെ ബന്ധപ്പെട്ട വകുപ്പിന് റിപ്പോർട്ട് ചെയ്തു. അവർ ആ മനുഷ്യന്റെ വീട്ടിൽ വന്ന താറാവിനെ സംസ്ഥാനത്തിന് കൈമാറേണ്ടതിനാൽ ഉടൻ തന്നെ താറാവിനെ കൈമാറാൻ ആവശ്യപ്പെട്ടു. താറാവിനെ ആരോ തട്ടിയെടുക്കാൻ പോകുകയാണെന്ന് കുട്ടി അറിഞ്ഞു. അവൻ താറാവിനെ എടുത്തുപോയി. താറാവിനെ കാണാനില്ലെന്ന് എല്ലാവരും മനസ്സിലാക്കി. ഉടൻ തന്നെ കുട്ടിയെ പിടിക്കാൻ ഓടിച്ചു. ഏജന്റുമാരുടെ ട്രക്കിംഗ് ഒഴിവാക്കാൻ കുട്ടി ഈ താറാവിനെ മാലിന്യ ട്രക്കിൽ ഒളിപ്പിച്ചു. എന്നാൽ മാലിന്യ ട്രക്കിൽ നിന്ന് താറാവ് വീണ്ടും ഓടിയതിനാൽ പിന്നാലെ ഓടിക്കേണ്ടി വന്നു. ഏജന്റുമാരെ ഒഴിവാക്കാൻ ആൺകുട്ടി ഉയരമുള്ള കെട്ടിടത്തിൽ പോലും കയറി. അവൾ ഒരു തടി ഏണിക്ക് മുകളിലൂടെ കയറാൻ പോകുമ്പോൾ മരം കോണി പൊട്ടി ആൺകുട്ടി വീഴാൻ പോവുകയായിരുന്നു. ഭാഗ്യവശാൽ മകനെ രക്ഷിക്കാൻ ആ മനുഷ്യൻ കൃത്യസമയത്ത് എത്തി. ഏജന്റുമാർ താറാവിനെ കൊണ്ടുപോകുക മാത്രമല്ല, ആളെ ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. താറാവ് പൊന്മുട്ട ഇട്ടുമോയെന്ന് പരിശോധിക്കാൻ താറാവിനെ കൂട്ടിലിട്ട് കോടതിയിലേക്ക് കൊണ്ടുപോയി. ഏജന്റ് കുരച്ചുകൊണ്ടിരുന്നു. പക്ഷേ താറാവ് അവനെ ശ്രദ്ധിച്ചില്ല. അങ്ങനെ ആ മനുഷ്യൻ കയറി വിളിച്ചു. താറാവ് ഉടനെ ഒരു മുട്ടയിട്ടു. എന്നാൽ ജഡ്ജി താറാവിന്റെ മുട്ട തുറന്നപ്പോൾ അത് സാധാരണ താറാവിന്റെ മുട്ട മാത്രമാണെന്ന് കണ്ടെത്തി. കോടതി വെറുതെ വിടുകയും താറാവിനെ ആ മനുഷ്യന് തിരികെ നൽകുകയും ചെയ്തു. കുട്ടി താറാവിനെ കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അപ്പോൾ പൊൻ മുട്ടയിടുന്ന താറാവിനെ എവിടെ കണ്ടെത്തും എന്നതാണ് ചോദ്യം.